അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി രൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം നമുക്ക് വായിക്കാം. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്ന മോവാബ്യ സ്ത്രീയും നവോമിയുടെ മരുമകളുമായ രൂത്തിനോട് ബോവസ് പറയുന്ന വാക്കുകളാണ് നാം കേട്ടത്. യെരിഹോ കോട്ട രാത്രികാലങ്ങളിൽ അടച്ച് സൂക്ഷിച്ചിരുന്നു. കോട്ടയ്ക്കുള്ളിൽ പുറത്തുനിന്ന് ആര് വന്നാലും കണ്ടുപിടിക്കത്തക്കവണ്ണം ഇൻ്റലിജൻസ് വർക്ക് നല്ല രീതിയിൽ നടത്തുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് യെരിഹോ കോട്ട നിവാസികൾ ഇസ്രയേൽ മക്കളെ പേടിച്ച് വിറച്ചായിരുന്നു അവിടെ ജീവിച്ചിരുന്നത്. കാരണം ഇസ്രയേൽ മക്കൾ മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടു വന്ന വിവരങ്ങളും ചെങ്കടൽ വറ്റിച്ചു കളഞ്ഞ് യഹോവ അവർക്ക് ചെങ്കടലിൽ കൂടി പാത ഒരുക്കിയതും സീഹോൻ ഓഗ് എന്ന ശക്തന്മാരായ രാജാക്കന്മാർ ജയിച്ചതുമായ സംഗതികൾ യെരിഹോ രാജാവ് അറിഞ്ഞിരുന്നു. തന്നെയുമല്ല, ഇസ്രയേൽ മക്കളുടെ അടുത്ത ഇര തങ്ങളാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഈ സമയത്താണ് 2 ഇസ്രയേൽ പുരുഷന്മാർ ദേശം ഒറ്റുനോക്കുവാൻ യോശുവ അയക്കുന്നത്. ഭാഗ്യവശാൽ അവർ ചെന്നു കയറിയത് രാഹാബ് എന്ന സഹോദരിയുടെ വീട്ടിലാണ്. അവർ വേശ്യയായിരുന്നു എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ജോസിഫസ് എന്ന എഴുത്തുകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൾ ഒരു സത്രപാലക അഥവാ ഇൻകീപ്പർ ആയിരുന്നു എന്നാണ്. ഇസ്രയേൽ ജനത്തിനു വേണ്ടി ദൈവത്താൽ നിയമിതനായ യോശുവയുടെ വാക്ക് കേട്ട് യെരിഹോ ഒറ്റുനോക്കുവാൻ ചെന്ന 2 പേരുടെ ജീവൻ രക്ഷിക്കുവാൻ യെരിഹോ കോട്ട മതിലിന്മേൽ താമസിക്കുന്ന രാഹാബ് തയ്യാറായി. അവൾ അതിന് തയ്യാറായത് ജനത്തെ സംരക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്ത ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയുടെ ജനത്തോടുള്ള കരുണയും കൃപയും അറിഞ്ഞതിനാൽ ആ യഹോവയെ ആരാധിക്കുവാനും അവൻ്റെ ചിറകിൻ കീഴിൽ ആശ്രയിക്കുവാനും അവൾ തീരുമാനം എടുത്തതിനാൽ ആയിരുന്നു. അവൾ യഹോവയെ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം അവൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. രാഹാബ് പറയുകയാണ്, നിങ്ങൾ മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും യോർദാനക്കരെ വെച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ ഓഗ് എന്ന 2 അമോര്യ രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി. നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കുമെന്ന് യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്ത് ഉറപ്പുള്ള ഒരു ലക്ഷ്യം തരയണമെന്ന് പറഞ്ഞു. യോശുവ 2-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടത്. രൂത്ത് പറഞ്ഞു, നിന്റെ ദൈവം എൻ്റെ ദൈവം. ഇവിടെ ഇതാ രാഹാബ് പറയുകയാണ്, നിങ്ങളുടെ ദൈവമായ യഹോവ തൻ്റെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു എന്ന്. 2 സഹോദരിമാരും ഒരേ കാര്യമാണ് പറഞ്ഞത്. ഇസ്രയേലിൻ്റെ ദൈവമാണ് സത്യദൈവം എന്നാണ് അവർ പറഞ്ഞത്. 2 സഹോദരിമാരും ഇസ്രയേൽ പൗരതയോട് ബന്ധമില്ലാത്തവരാണ്. എന്നാൽ ഇസ്രയേലിൻ്റെ ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ വിശ്രമിക്കുവാൻ ഈ 2 സഹോദരിമാരും തയ്യാറായി. രാഹാബ് ഇസ്രയേലിൻ്റെ ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചതിനാൽ ഇസ്രയേൽ മക്കൾക്ക് വേണ്ടി യഹോവ യെരിഹോ കോട്ട തകർത്തപ്പോൾ യെരിഹോ നിവാസികളോടുകൂടെ നശിക്കാതിരുന്നു. കാരണം തള്ളക്കോഴിയുടെ ചിറകിൻ കീഴിൽ മുന്നറിയിപ്പുകളെ ഗണ്യമാക്കുന്ന കോഴിക്കുഞ്ഞുങ്ങൾ സുരക്ഷിതരാണ്. തന്നെയുമല്ല, കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ചൂടും ചിറകിൻ കീഴിൽ ലഭിക്കുന്നു. അതുപോലെ യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ച രാഹാബ് എന്ന വേശ്യയുടെ അഡ്രസ്സ് ദൈവം മാറ്റി എഴുതി. ഇന്ന് ആ സഹോദരിയെ അറിയപ്പെടുന്നത് യേശു ക്രിസ്തുവിൻ്റെ വലിയമ്മച്ചി എന്ന പേരിലാണ്. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമുക്കിത് വായിക്കുവാൻ സാധിക്കും. സൽമോൻ രാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു എന്നാണ് വാക്യം. യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയാണല്ലോ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം. ഇനി നമുക്ക് ഇസ്രയേലിൻ്റെ ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചു വന്ന രൂത്തിൻ്റെ കാര്യമെടുത്താൽ അവൾ പറയുകയാണ് നവോമിയോട്, നിൻ്റെ ദൈവം എൻ്റെ ദൈവം, നീ പോകുന്നിടത്ത് ഞാനും വരും എന്നാണ് അവൾ അമ്മാവിയമ്മയായ നവോമിയോട് പറയുന്നത്. നവോമിയോ ഭർത്താവും 2 മക്കളും മരിച്ചുപോയ തീർത്തും അനാഥയും വിധവയുമാണെന്ന് ഓർക്കണം. ആ സാധു മാതാവിനോട് രൂത്ത് പറയുകയാണ്, നിന്നെ പിരിഞ്ഞ് ഞാൻ പോവുകയില്ല.
അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമായ കർത്താവ് രൂത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ അവളോട് കരുണ കാണിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. നാം കരുണ കാണിച്ചാൽ നമ്മോട് കരുണ കാണിക്കുവാൻ അനേകരെ ദൈവം എഴുന്നേൽപ്പിക്കും. ഞാൻ ചെയ്തതുപോലെ തന്നെ ദൈവം എന്നോട് ചെയ്തുവെന്ന് പറഞ്ഞ രാജാവാണ് അദോനി ബേസക്ക്. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ബേസക്കിൽ വെച്ചവർ അദോനി ബേസക്കിനെ കണ്ടു. അവരോട് യുദ്ധം ചെയ്ത് കനാന്യരെയും പെരിസ്യരെയും സംഹരിച്ചു. എന്നാൽ അദോനി ബേസക്ക് ഓടിപ്പോയി. അവർ അവനെ പിന്തുടർന്ന് പിടിച്ചു. അവൻ്റെ കൈകാലുകളുടെ പെരുവിരൽ മുറിച്ചു കളഞ്ഞു. കൈകാലുകളുടെ പെരുവിരൽ മുറിച്ച 70 രാജാക്കന്മാർ എൻ്റെ മേശയിൻ കീഴിൽ നിന്നും പെറുക്കി തിന്നിരുന്നു. ഞാൻ ചെയ്തതുപോലെ തന്നെ ദൈവം എനിക്ക് പകരം ചെയ്തിരിക്കുന്നെന്ന് അദോനി ബേസക്ക് പറഞ്ഞു. അദോനി ബേസക്ക് തിന്മ വിതച്ചതിനാൽ തിന്മ കൊയ്യേണ്ടി വന്നു. എന്നാൽ രൂത്ത് നന്മ വിതയ്ക്കുകയാണ്. അവൾ തൻ്റെ കൂട്ടുകാരെയും നാട്ടുകാരെയും നല്ല ഒരു കുടുംബജീവിതം മോവാബിൽ അന്വേഷിച്ച് അപ്പൻ്റെ വീട്ടിൽ പോകാതെ വിധവയും അനാഥയുമായ നവോമിയുടെ കൂടെ ഇസ്രയേലിൻ്റെ ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ ആശ്രയിച്ച് ബേത്ലഹേമിലേക്ക് നവോമിയോടൊപ്പം കടന്നുപോയി. നവോമിയോട് കരുണ കാണിച്ച മോവാബ്യ സ്ത്രീയായി രൂത്തിനോട് കരുണ കാണിപ്പാൻ അവൾ ബേത്ലഹേമിലെത്തും മുൻപ് തന്നെ ദൈവം അനേകരെ ഉദ്യമിപ്പിച്ചു. ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചു വന്ന് ദൈവത്തിൻ്റെ കരുണയും കൃപയും ധാരാളം അനുഭവിച്ച രാഹാബ് എന്ന സഹോദരിയുടെ മകനായ ബോവസിനെ തന്നെ ദൈവം എഴുന്നേൽപ്പിച്ചു. രൂത്ത് ബോവസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം രൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യജമാനനെ, ഞാൻ നിൻ്റെ ദാസിമാരിൽ ഒരുത്തിയെ പോലെയല്ല എന്ന് വരികിലും നീ എന്നെ ആശ്വസിപ്പിക്കുകയും അടിയനോട് ദയയായി സംസാരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം എന്നോട് നിനക്ക് കൃപ തോന്നിയല്ലോ എന്ന് പറഞ്ഞു. അതിന് കാരണം ബോവസ് വാക്കും ഭാഷണവും കൂടാതെ പറഞ്ഞത് ഇപ്രകാരമാണ്: എൻ്റെ മാതാവ് യെരിഹോ കോട്ടയിലെ മറ്റു ജനങ്ങളോടൊപ്പം നശിക്കുമായിരുന്നു. ആ സ്ഥാനത്തു നിന്നും യഹോവ കരുണ കാണിച്ച് എൻ്റെ അമ്മയെ രക്ഷിച്ചു. യഹോവയുടെ കൃപ കണ്ടവരാണ് ഞങ്ങൾ. സ്നേഹമാകുന്ന ദൈവത്തെ കണ്ടവർക്ക് മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുണ കാണിക്കുവാനും കഴിയുകയുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, അന്യജാതിക്കാരായ രാഹാബ് എന്ന സഹോദരിക്കും രൂത്തിനും വേണ്ടി മാത്രമല്ല യഹോവ അഥവാ കർത്താവായ യേശു ക്രിസ്തു പ്രവർത്തിക്കുന്നത്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും വേണ്ടി അവൻ പ്രവർത്തിക്കുന്നുവെന്ന് ബൈബിൾ നമുക്ക് ഉറപ്പ് തരുന്നു. ഒന്ന് മാത്രം നാം ചെയ്താൽ മതി. ഇസ്രയേലിൻ്റെ പരിശുദ്ധനെ പാപം ചെയ്ത് ദുഃഖിപ്പിക്കാതിരുന്നാൽ മാത്രം മതിയാകും. രൂത്തിന് വേണ്ടി ബോവസിനെ ഒരുക്കിയ നല്ല കർത്താവ് നിനക്ക് വേണ്ടിയും ഒരു ബോവസിനെ ഒരുക്കും. നവോമിക്ക് വേണ്ടി നല്ല ഒരു രൂത്തിനെ ഒരുക്കിയ കർത്താവ് നിനക്ക് വേണ്ടിയും ഒരു രൂത്തിനെ ഒരുക്കും. മരുമകളായ രൂത്തിൻ്റെയും അമ്മാവിയമ്മയായ നവോമിയുടെയും ദൈവ ഭക്തന്മാരെ ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുക്കാതെ അവരുടെ ജീവൻ രക്ഷിച്ച രാഹാബ് എന്ന സഹോദരിയുടെയും മനോഭാവം നമുക്കുണ്ടായിരുന്നാൽ മാത്രം മതിയാകും. ഈ 3 സഹോദരികളും ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചവരായിരുന്നു. വിശാലമായ ചിറകാണ് കർത്താവിൻ്റേത്. 30 ലക്ഷത്തോളം ഇസ്രയേൽ മക്കളെ മരുഭൂമിയിൽ പോറ്റിയ വലിയ ചിറകാണ് യഹോവയുടെ ചിറക്. ശത്രുവശത്തു നിന്നും രക്ഷിച്ച ചിറകാണത്. 40 വർഷക്കാലം ജനത്തെ ശത്രുവിൽ നിന്നും രക്ഷിച്ച ചിറകാണത്. ജനത്തെ സംരക്ഷിച്ച യഹോവയുടെ ചിറകാണത്. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. യേശുവിൻ്റെ സ്നേഹമാണ് ആ ചിറക്. യേശുവിൻ്റെ സ്നേഹമാകുന്ന ചിറകിനടിയിൽ വസിക്കുവാൻ നാം ചെയ്യേണ്ടത് യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നതാണ്. ആകയാൽ നമുക്ക് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവരുടെ സ്നേഹത്തിൽ വസിക്കാം, നിത്യജീവൻ അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, രൂത്തിനെ പോലെയും നവോമിയെപ്പോലെയും രാഹാബിനെ പോലെയും അങ്ങയുടെ ചെറുകടിയിൽ ശരണം പ്രാപിക്കുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെയും അങ്ങ് സഹായിക്കണമേ. അങ്ങയെ അനുസരിച്ചു കൊണ്ടാണല്ലോ അവർ അങ്ങയുടെ സ്നേഹത്തിൻ്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിച്ചത്. അപ്രകാരം അങ്ങയുടെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് അങ്ങയുടെ സ്നേഹത്തിൽ വസിക്കുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ.
രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.